കറുത്തകൈ എന്ന എം കൃഷ്ണനായർ സാറിൻ്റെ ചിത്രം അക്കാലത്ത് ഒരു സസ്പെൻസ് ത്രില്ലറായിരുന്നു. ഇതിനൊരു പ്രത്യേകത, ഇതിലെ ഗാനവിഭാഗം കൈകാര്യം ചെയ്തത് തിരുനയനാർ കുറിച്ചി മാധവൻ നായരും ബാബുരാജ് ആയിരുന്നു. ഈ തിരുനയനാർ കുറിച്ചി മാധവൻ നായർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് ആത്മവിദ്യാലയമേ, ഈശ്വര ചിന്തയെ തോന്നിയ തുടങ്ങിയ മനോഹരമായ ഭക്തിഗാനങ്ങളുടെ രചയിതാവെന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹം മുരളി എന്ന പേരിലാണ് പക്ഷേ ഈ കറുത്തകൈ എന്ന ചിത്രത്തിൽ ഗാനരചന നടത്തിയത്. തിരുനയനാർ കുറിച്ചിയും ബാബുരാജും തമ്മിലുള്ള കോമ്പിനേഷനും അതിനുശേഷം വളരെ അധികം ഉണ്ടായതായിട്ട് നമുക്ക് അറിവില്ല. ഇതിലെ വളരെ പ്രശസ്തമായ ഒരു ഖവ്വാലി ഗാനമാണ് പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ് എന്ന ഗാനം. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ബാബുരാജ് ആ സമയത്ത് കമ്പോസ് ചെയ്ത റെക്കോർഡിംഗ് സമയത്ത് പറഞ്ഞു കൊടുത്തിരുന്നത് എന്തായിരുന്നു അത്രേ, കമുറ സാറിൻ്റെ അടുത്ത് പറഞ്ഞെന്ന്, ഈ ഗാനം ഇപ്പോൾ ഹിന്ദിയിലാണ് എടുത്തിരുന്നതെങ്കിൽ മുഹമ്മദ് റാഫിയും മന്നാടയും ചേർന്ന് പാടേണ്ട ഒരു ഗാനമാണ്. അതുകൊണ്ട് കമുറ സാറ് മന്നാടയുടെ സ്റ്റൈലിൽ പാടുക, ദാസേട്ടൻ റഫി സാബിൻ്റെ സ്റ്റൈലിൽ പാടുക എന്നാണത്രേ ബാബുരാജ് ഈ പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു നിർദ്ദേശം കൊടുത്തത്. എന്തായാലും മലയാള സിനിമാ ഗാനങ്ങളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിൽ ഈ രണ്ട് മെയിൽ വോയിസുകൾ, രണ്ട് പ്രശസ്തരായ ഗായകർ ഒരുമിച്ച് പാടിയ ഈ മെയിൽ ഖവ്വാലി നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്തൊരു ഗാനം തന്നെയാണ്. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരുണു പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണു പൊന്നേ. പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരണു പൊന്നേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ. കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ, ഓട്ട കണ്ണിട്ട് ഒളിച്ചു കളിക്കണ ഓമന കുയിലാളെ. നോട്ടമെറിഞ്ഞെന്റെ കൽബ് കെട്ടിയ കോട്ട പൊളിക്കരുതേ, എന്റെ കോട്ട പൊളിക്കരുതേ. നോട്ടമെറിഞ്ഞെന്റെ കൽബ് കെട്ടിയ കോട്ട പൊളിക്കരുതേ, എന്റെ കോട്ട പൊളിക്കരുതേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരുന്ന പെണ്ണേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ, ഓ കൊഞ്ചി വന്ന പെണ്ണേ. പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരുന്നു പൊന്നേ, പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ. ഒരു കാലത്ത് നമുക്കുണ്ടായ കുറേ നല്ല സിനിമകളിൽ നിന്ന്, ആ സിനിമകളിൽ നിന്നുണ്ടായ നല്ല ഗാനങ്ങൾ മലയാളിക്ക് എക്കാലവും പാടി നടക്കാൻ, ഏത് സന്ദർഭത്തിലും പാടി നടക്കാൻ, ഏത് സന്ദർഭത്തെയും അനശ്വരമാക്കാൻ, വൈകാരികമാക്കാൻ നമുക്ക് ഈ ഗാനങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. മലയാളിക്ക് എന്തെങ്കിലുമൊക്കെ കാൽപ്പനിക ഭാവങ്ങൾ അവനെ ഇപ്പോഴും പൊതിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ, മലയാളി പൂർണ്ണമായി ഒരു വിരസനായിട്ടില്ല എങ്കിൽ അത് അവർ പാടാൻ ഇപ്പോഴും കുറച്ച് പാട്ടുകളുണ്ട് എന്നുള്ളതാണ്. ഈ പാട്ടുകളൊക്കെ മറന്നു കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു ഊഷരമായ അവസ്ഥയിൽ ഒരു 25 വർഷം കഴിഞ്ഞ മലയാളി ഇത്രയും കാൽപ്പനിക ഭാവം ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കാരണം സംഗീതമില്ലാത്ത ഹൃദയത്തിൽ നല്ല ഭാവങ്ങൾ ജനിക്കാൻ വളരെ വിഷമമാണ്. അപ്പോൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയും കാലഘട്ടവും ഒരു സമൂഹത്തിൻ്റെ സന്തോഷകരവും സൗന്ദര്യപൂർണവും വൈകാരികവുമായ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിൽ കുറേ നല്ല പാട്ടുകൾ ഉണ്ടാക്കി തന്ന സംഗീത ശില്പികളെ, സംവിധായകരെ ഒക്കെ നമ്മൾ ഗൃഹാതുരത്വത്തോടു കൂടി മാത്രമല്ല ആദരവോടുകൂടി, കൃതജ്ഞതയോടുകൂടി ആദരിക്കേണ്ടതാണ്, ഓർമ്മിക്കേണ്ടതാണ്. എൻ്റെ അച്ഛനും ആ പരമ്പരയിൽ കുറേ നല്ല ഗാനങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ അദ്ദേഹവും സഹായിച്ചു, അല്ലെങ്കിൽ അദ്ദേഹവും അതിലൊരു ശില്പിയായി മാറി. നല്ല കുറേ പാട്ടുകൾ നമുക്ക് കിട്ടി, നല്ല ഗാനസന്ദർഭങ്ങളുണ്ടായി. അത് നമ്മളെ ഇപ്പോഴും സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യമുണ്ട്.